ഈ വിശുദ്ധ ദിവസത്തിലെ നമ്മുടെ അനുഭവങ്ങളിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകമൊക്കെയും നടക്കുന്ന എല്ലാ ആരാധനകളെയും ദൈവം തന്നെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 43-44 വാക്യങ്ങൾ വായിക്കുന്നു. മോവാബ് നിവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഈ ലോക ജീവിതം ആയാസരഹിതമായ ഒരു ജീവിതമല്ല, ഇതൊരു പോരാട്ട ജീവിതമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. പല ശക്തികളോട് നമുക്ക് പോരാടേണ്ടിയിരിക്കുന്നു. ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഒരു പടയാളി നല്ല ആരോഗ്യമുള്ളവനായിരിക്കണം, നല്ല ശക്തിയുള്ളവനായിരിക്കണം, ധൈര്യമുള്ളവനായിരിക്കണം, ജീവിതത്തിൽ നല്ല ഉറപ്പും നിശ്ചയദാർഢ്യവുമുള്ളവനായിരിക്കണം. ഏത് പ്രതിസന്ധിയെയും ഏത് വിധത്തിലും പോരാടി ജയിക്കുവാനുള്ള ഉൾക്കരുത്തും നേടിയിരിക്കണം. കഷ്ടപ്പാടിനെ അവഗണിച്ചുകൊണ്ട്, പട്ടിണിയെ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവനായിരിക്കും ഒരു പോരാളി. മനുഷ്യ ജീവിതത്തിൽ നാമും പോരാളികളാണ്. ഇത് പോരാട്ട ജീവിതമാണ് എന്ന് തിരുവചനത്തിൽ പല ഭാഗത്തും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് പോരാടുവാനുള്ളത്? ഏതിനോടാണ് പോരാടുവാനുള്ളത്? ദൈവം മോവാബിലെ ജനങ്ങളോട് പറയുക, നിങ്ങൾക്ക് വരുവാൻ പോകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? പേടിയും കുഴിയും കെണിയും. പേടി, കുഴി, കെണി, ഈ 3 അനുഭവങ്ങൾ സൂക്ഷിക്കുക. പേടി വരുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? ധൈര്യം വരുവാനായി മറ്റുള്ളവരുടെ, കരുത്തുള്ളവരുടെ, ശക്തിയുള്ളവരുടെ, ധന്യതയുള്ളവരുടെ സഹവാസം ആഗ്രഹിക്കും. കുഴി നേരിടേണ്ടി വരുമ്പോൾ നാം അവയെ മറികടന്നു പോകുവാനുള്ള ജ്ഞാനം നമ്മൾ അന്വേഷിക്കും. കെണി വരുമ്പോഴോ നാം അറിയാതെ വീണു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷി കാണിക്കെ അതിന് കെണി ഒരിക്കലും ഒരുക്കുകയില്ല. അങ്ങനെ കെണി ഒരുക്കിയാൽ പക്ഷി അതിനകത്ത് അകപ്പെടുകയില്ല. വളരെ ഗോപ്യമായി, വളരെ രഹസ്യമായി പക്ഷികളെ പിടിക്കുന്നവർ കെണികൾ ഒരുക്കുന്നു. ഇരയ്ക്ക് മനസ്സിലാകാത്ത രീതിയിൽ കെണികൾ ഒരുക്കിയെങ്കിൽ മാത്രമേ ഏത് ഇരയും അതിൽ കുടുങ്ങുകയുള്ളൂ. അതിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം നൽകി, വാഗ്ദത്തം നൽകി അതിനെ പ്രലോഭിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ഇര കെണിയിൽ അകപ്പെടുകയുള്ളൂ. നമുക്ക് പരിചയമുള്ള ഒരു കാഴ്ചയാണ് എലിയെ പിടിക്കുക. നാം എലിയെ എലിപ്പത്തായത്തിലോ എലിവില്ലിലോ പിടിക്കുമ്പോൾ നാം ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം അതിനകത്ത് ഭക്ഷ്യവിഭവം
അതിനകത്ത് ഒരു കീട്ടം കെണി വയ്ക്കുകയാണ്. ആ കെണിയിൽ അകപ്പെടുവാൻ വരുന്ന എലി അറിയാതെയാണ് താൻ കെണിയിലേക്കാണ് പോകുന്നത് എന്ന് അറിയാതെയാണ് അതിൽ അകപ്പെടുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു രംഗമാണല്ലോ അത്. നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും കെണിയിൽ അകപ്പെടുന്നത് ഈ വിധത്തിലാണ്. ഒരുപാട് പ്രലോഭനങ്ങൾ മനുഷ്യർക്ക് നൽകും. സാഹചര്യത്തിൻ്റെ പ്രലോഭനങ്ങൾ, ആധുനികതയുടെ പ്രലോഭനങ്ങൾ, ആയാസരഹിതമായ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങൾ, ഇവയൊക്കെയും നമ്മെ വീഴ്ത്തുവാനുള്ള ചതിക്കുഴികളാകുന്നു എന്ന് ഒരു ദൈവ പൈതലിന് മാത്രമേ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. കെണി ഒരുക്കുമ്പോൾ അതെത്ര തന്ത്രപൂർവ്വം, എത്ര ബുദ്ധിപൂർവമാണ് ഒരുക്കുന്നത്. വലിയ ആനകളെപ്പോലും കെണിയിൽ അകപ്പെടുത്തിയാൽ, അതിനെ കെണിയിൽ വീഴിച്ചാൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽ വലിയ കാട്ടാനകളെയും നമുക്ക് മെരുക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം ജാഗ്രത പുലർത്തണം. സാത്താൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന കെണികൾ ഏതൊക്കെയാണ് എന്ന് നാം തിരിച്ചറിയണം. വിശ്വാസ ജീവിതം നയിക്കുവാൻ നിശ്ചയദാർഢ്യം എടുത്തിരിക്കുന്ന നാം നമ്മുടെ ജീവിത ശൈലി ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? കർത്താവിൻ്റെ മാതൃകയല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. കെണിയിൽ അകപ്പെടുന്നത് ഇനിയും ജീവിക്കാം എന്നുള്ള വ്യാമോഹത്തിലാണ്. നല്ല ആഹാരം കഴിച്ച്, നല്ല പുതിയ ആധുനികതയുടെ വേഷം ധരിച്ച് നമുക്ക് ഈ ലോകത്തിൽ ഷൈൻ ചെയ്യാം എന്നുള്ള വ്യാമോഹത്തിലാണ് നാം കെണിയിലകപ്പെടുന്നത്. എലിപ്പത്തായത്തിലെ വെച്ചിരിക്കുന്ന പഴമോ തീറ്റ സാധനമോ മാത്രം ആഗ്രഹിച്ച് എലിപ്പത്തായത്തിൽ കയറുന്ന എലി തീർച്ചയായും അതിൽ കുടുങ്ങുക തന്നെ ചെയ്യും. അതതിൻ്റെ അന്ത്യവുമായിരിക്കും. വന്യമൃഗങ്ങളെ പിടിക്കുന്നതിന് കെണി വയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വായിച്ചറിയുന്നുണ്ട്. കെണികൾ വെച്ചാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വന്യമൃഗങ്ങളെയാണ് നാം പലപ്പോഴും കാണുന്നത്. എത്ര ദിവസം വനപാലകരെ കെണി ഒരുക്കി ആ കെണിയിൽ വീഴ്ത്തുവാൻ ആടിനെയോ അതുപോലെയുള്ള മൃഗങ്ങളെയോ ഒക്കെ കെണിയിൽ കരുതി വനത്തിൽ കൊണ്ടുവച്ചാലും ദിവസങ്ങൾ കഴിഞ്ഞാലും പലപ്പോഴും കെണിയിൽ വീഴാത്ത മൃഗങ്ങളെയാണ് നാം കാണുന്നത്. കടുവ രക്ഷപ്പെടും, പുലി രക്ഷപ്പെടും, ഇതുപോലെയുള്ള ഹിംസ്ര ജന്തുക്കളൊക്കെയും കെണിയിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാനുള്ള ബുദ്ധി ദൈവം അവയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനാകട്ടെ നമുക്ക് വേണ്ടി സാത്താൻ ഒരുക്കുന്ന കെണികളെ തിരിച്ചറിയാതെ എത്ര വേഗത്തിലാകുന്നു നാം ആ കെണിയിലകപ്പെട്ട് നാം അപകടത്തിലാകുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പെരുപ്പിക്കുന്നതനുസരിച്ച്, മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതനുസരിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മറന്നു പോകുന്നു.
ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നത് മാത്രമാണ് നമുക്ക് രക്ഷ. ഒരു ബാലൻ തൻ്റെ പാത നേരെയാക്കുന്നത് എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവവചനത്തിന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എത്ര പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കാം. നാം ജീവിക്കുന്ന ലോകം മുഴുവനും കെണികളും അപകടങ്ങളും കുഴികളും നിറഞ്ഞതാണെന്ന് നമുക്ക് ഓർക്കാം. കുഴിയിൽ വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എളുപ്പമല്ല. അഥവാ കയറിയാൽ തന്നെ അടുത്ത പടി കെണി ഒരുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ കുഴികളും നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും ഒക്കെയും നമുക്ക് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാൻ കാരണം ആരംഭത്തിൽ തന്നെ അവസാനത്തെ കാണുന്ന ഒരു ദൈവമാണ് നമ്മെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിച്ച് പരിപാലിച്ച് തക്ക സമയത്ത് ലോകത്തിൽ പിറന്ന് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം എത്ര ജാഗ്രതയോടെ നാം കരുതിയിരിക്കണം എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഈ ലോകത്തിൻ്റെ സമ്പത്ത് പലപ്പോഴും നമ്മെ പ്രലോഭിപ്പിക്കുന്നു. നമുക്ക് അറിയാവുന്ന ഒരു സത്യം, എത്ര ധനാഢ്യൻ്റെ വീട്ടിൽ പിറന്ന കുഞ്ഞായാലും ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലല്ലാതെ യാതൊരു ഭക്ഷണവും കഴിക്കുവാനുള്ള ഭാഗ്യം കിട്ടുന്നില്ല. അവിടെ ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പര്യാപ്തമായ സകല പോഷകങ്ങളും അടങ്ങിയ ഒരു ഭക്ഷണ വിഭവമാണ് അമ്മയുടെ മുലപ്പാൽ. ആ 6 മാസത്തിനിടയിൽ ആ കുഞ്ഞിന് ഈ ലോകത്തിലെ രുചികരമായ യാതൊരു വിഭവവും ആരും നൽകുന്നില്ല. അഥവാ കൊടുത്താൽ തന്നെ അത് കുഞ്ഞിന് ദഹനക്കേടുണ്ടാക്കും. അത് രോഗകാരണമാകും. ആ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. വെറും നിസ്സാരരായ മനുഷ്യർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ കരുതുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, സകലത്തെയും അറിയുന്നവനായ നമ്മുടെ പിതാവ്, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ ശരിയാവണ്ണം അറിയുന്നവനായ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള സജ്ജീകരണങ്ങളെ കാണുവാൻ നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കാം. സകലത്തെയും ദൈവം നമ്മുടെ ഉപകാരത്തിനായിട്ട്, നമ്മുടെ പഠനത്തിനായിട്ട്, നമ്മുടെ വിവേകത്തിനായിട്ട് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നല്ലോ. ഒന്നും ശാശ്വതമല്ല. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ, അതിന് പരിമിതിയുണ്ട്, ഉദിക്കാനും അസ്തമിക്കുവാനും, പിന്നെ അന്ധകാര ലോകത്തെ വ്യാപിക്കുവാനും. ആ അന്ധകാരത്തിൽ പ്രകാശിക്കുവാൻ നക്ഷത്രങ്ങളെയും മിന്നാമിനുങ്ങളെയും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവം ഈ ലോകത്തെ ആ സമയത്ത് ഉപേക്ഷിക്കുന്നില്ല. അന്ധകാര സമയത്തും ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവ് നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ പേടികളെയും കുഴികളെയും കെണികളെയും ഭയപ്പെട്ട് ഓടിപ്പോകുവാനല്ല, അവയെ ധൈര്യപൂർവ്വം നേരിടുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവത്തിൽ നിന്നും പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് ആഹ്വാനം നൽകുക.
44 വാക്യത്തിൽ ദൈവം ഓർപ്പിക്കുകയാണ്, പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും. പേടിക്കുന്ന സംഗതി കണ്ട് ഒഴിഞ്ഞ് ഓടുന്നവൻ പ്രാണഭയത്തിലാണ് ഓടുന്നത്. താൻ എന്തിനെ പേടിക്കുന്നുവോ അതിൽ അകപ്പെടുവാൻ താല്പര്യമില്ല. ആ പോക്കിൽ കുഴികൾ ഒരുക്കിയിട്ടുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് അധ്വാനവും കഷ്ടതയും വെയിലും മഴയും ഒക്കെയും അതിൻ്റെ സമയത്ത് അതിൽ കൂടിയൊക്കെയും കടന്നു പോകേണ്ട ഒരു ജീവിത ശൈലിയാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. അവയെ ഭയന്ന് ഓടുന്നവനാകട്ടെ ആരോഗ്യ പ്രശ്നം വരുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാത്തവന് ആരോഗ്യ പ്രശ്നം വരുന്നു, മാനസിക സമ്മർദ്ദം വരുന്നു, പ്രശ്നങ്ങളെ നേരിടുവാനുള്ള ത്രാണി ഇല്ലാതിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് എപ്പോഴും വ്യാമോഹം, വിവാഹസ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തു വന്നാലും അവയെ നേരിടുവാനുള്ള പോരാട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കർത്താവ് നമുക്ക് വഴിയും സത്യവും ജീവനുമായി നമ്മുടെ മുൻപിൽ വരച്ച് കാണിച്ചിരിക്കുന്ന ജീവിതശൈലി അതല്ലേ. പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, തനിക്ക് പിറക്കാൻ ഇടമില്ലായിരുന്നു, താൻ പിറന്നില്ലേ. വളരുവാൻ സാഹചര്യമില്ലായിരുന്നു, ദൈവം വളർത്തുവാൻ അപ്പനെ കൊടുത്തില്ലേ. സ്നേഹിക്കുവാൻ ശിഷ്യന്മാരെ കൊടുത്തില്ലേ. മാത്രമല്ല, താൻ ഏറ്റവും ശക്തമായ ആകർഷണരഹിതമായ ഒരു ജീവിതമാണ് നയിച്ചതെങ്കിലും ഈ കർത്താവിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാൻ മുൻപോട്ട് വന്നതുപോലെ വേറെ ഏത് ശക്തിക്കാണ് ആളുകൾ മുൻപോട്ട് വന്നിട്ടുള്ളത്? കർത്താവിനെ അനുഗമിക്കുവാൻ, രക്തസാക്ഷികളാകുവാൻ ആദിമ നൂറ്റാണ്ടിൽ 100 കണക്കിന് ആളുകളാണ് സ്വയം ഏൽപ്പിച്ച് കൊടുത്തത്. തിളച്ച എണ്ണയിലിടണോ? അതിന് റെഡി. കുരിശിൽ തറയ്ക്കണോ? അതിന് തയ്യാർ. പക്ഷേ ആളുകളെ ഏതെല്ലാം വിധത്തിലാണ് പീഡിപ്പിച്ചിട്ടുള്ളത്? 2 കാലുകളും മൃഗങ്ങളുടെ കാലുകളോട് കെട്ടി മൃഗങ്ങളെ കൊണ്ട് 2 ദിശയിലേക്ക് വലിച്ചു കീറുന്ന രംഗം, അതിനും റെഡി. എന്തെല്ലാം ഭീകര ദൃശ്യങ്ങൾ! ജനങ്ങളെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജനങ്ങളെ അവർക്ക് അവരുടെ ശരീരത്തിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് അവരെ ദീപസ്തംഭങ്ങളാക്കി സ്വയം കത്തിയെരിയണോ? അതിനും റെഡി. കല്ലെറിഞ്ഞു കൊല്ലണോ? അതിന് തയ്യാർ. ഇതാണ് ക്രിസ്തീയ ജീവിതം. പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ വീഴും. വീഴ്ച നമുക്ക് നേരിടുവാനുള്ള ദുരനുഭവം എന്ന് നാം കരുതുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നോ? നമുക്ക് ദുരന്തമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ആത്യന്തികമായി അടുത്ത അനുഗ്രഹിക്കപ്പെടാത്ത തലമുറയാകുന്നു നമുക്കുണ്ടാകുന്നത്. ദൈവിക പ്രമാണങ്ങളെ മറന്ന്, ദൈവിക സത്യങ്ങൾക്ക് കീഴ്പ്പെടാതെ, സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിന് അനുരൂപരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പേടി ഒഴിഞ്ഞോടുന്നതാകും, കുഴിയിൽ വീഴുന്നതാകും. കുഴിയിൽ വീണ കരയ്ക്ക് കയറിയതിനെയും നമുക്ക് വേണ്ടി കെണിയൊരുങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവകൃപ ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുവാൻ നമുക്കൊക്കെയാണ് അപേക്ഷിക്കുക.